മുക്കത്തെ ഇരുവഴിഞ്ഞിപ്പുഴ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലിലായി കേട്ടോ. കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാം. കാഞ്ചനമാലയുടെയും BP മൊയ്തീന്റെയും പ്രണയ സാക്ഷാത്കാരം നടന്ന സ്ഥലമാണ് ഈ പുഴ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീൻ്റെതാണ് എന്നൊരു ഡയലോഗാണ് എനിക്ക് ഈ പുഴയെ പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. മുക്കം ഭാഗത്തുകൂടെ പോകുമ്പോൾ ഒട്ടനവധി നല്ല നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. ആ പുഴയുടെ അടുത്തെത്തിയപ്പോൾ അവിടെയുള്ള ഒരാള് അന്നത്തെ കഥ പറഞ്ഞു തരികയും ചെയ്തു. ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളരിമലയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് ഇരുവഴഞ്ഞി നിറഞ്ഞു കവിഞ്ഞത്രേ. തെയ്യത്തും കടവിൽ തോണി മറഞ്ഞു എന്ന് ആരോ പറഞ്ഞു കേട്ടുവെന്ന്. മരണവുമായി മല്ലിട്ടവരെ മൊയ്തീൻ രക്ഷപ്പെടുത്തി. പക്ഷേ സ്വയം രക്ഷിക്കാനാവാതെ അവൻ വൻ ചുഴിയിൽ അകപ്പെട്ടു അത്രേ. ഇരുവഴഞ്ഞി മൊയ്തീനെ കൊണ്ടുപോയി എന്ന് അവര് പറഞ്ഞു. ആർജവവും അഹങ്കാരവും ഇല്ലാതെ ദുരന്ത സ്മരണയുടെ ഭാരവും പേറി ഇരുവഴഞ്ഞി ഇപ്പോഴും അവിടെ ശാന്തമായി ഒഴുകുന്നത് ഞങ്ങൾ നോക്കി നിന്നു. ഇപ്പോൾ അവളെ ആർക്കും പേടിയില്ല. തന്നേക്കാൾ ആഴമുള്ള എന്തിനോടും അസൂയ തോന്നുന്ന ഇരുവഴഞ്ഞി, ഒന്നറിയുക, നീ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. പകപോക്കി തോൽപ്പിച്ച കാഞ്ചനമാലയ്ക്ക് മൊയ്തീനോടുള്ള പ്രണയം പൂർവാധികം വർദ്ധിച്ചതായാണ് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെയായാലും മുക്കും ഭാഗത്തുകൂടെ പോകുന്നവര് ഈ പുഴ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ.